ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ മൂന്നാർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഒന്നാമത്തെ ദിവസത്തെ വ്ളോഗൊക്കെ ഞാൻ ഓരോ വ്ളോഗായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കാം. രാവിലെ തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ എല്ലാ സ്ഥലവും കണ്ടു തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റൂമിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ പോകുന്നത് ആനക്കോട്ടപ്പാറയാണ്. ഈ ഒരു സ്ഥലത്തേക്ക് എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് 20 രൂപയാണ്. നമ്മൾ പോകുമ്പോഴത്തേക്കും വലുതായിട്ടൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുക 4 സൈഡും കല്ലുകളായിട്ട് മറച്ചിട്ട് അതിൻ്റെ മേലെ വേറൊരു കല്ലും കൂടെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീട് പോലെയുള്ളൊരു സംഭവമാണ്. ഞാൻ പിന്നെ അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു വഴി. വലിയ പാറയൊക്കെയാണ്. നമുക്ക് എൻഡിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്ലുകൊണ്ട് മറിച്ചിട്ടുള്ള കുഞ്ഞു വീടുകൾ നമുക്ക് കാണാൻ പറ്റും. അത് പണ്ട് കാലത്ത് മുനികൾ താമസിക്കാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. അതുപോലെ തന്നെ അവരടക്കം ചെയ്തതും അതിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വിശ്വാസങ്ങളൊക്കെ അവിടെയുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഏകദേശം അടുത്ത് തന്നെയാണ് വരുന്നത്, അത്രയും ദൂരമൊന്നുമില്ല. ഇതുപോലെ വലിയ പാറകൾക്ക് മുകളിൽ നിന്ന് അത്രയും ഉയരത്തിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണിത്. മഴ സമയം അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വെള്ളം കുറവ്. മഴ സമയമൊക്കെ ഇവിടെ വരണം, അത്രക്കും അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. പിന്നെ ഇതിൻ്റെ അടുത്തുള്ള റോഡൊക്കെ കുഞ്ഞു റോഡാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം തന്നെ നല്ലോണം വെള്ളം റോഡിലേക്കും വരുന്നുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല തണുപ്പുമായിരുന്നു. അധികം വെയിലൊന്നും വന്നിട്ടില്ല, വെയിലൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. വായൊക്കെ തുറക്കുമ്പോൾ നല്ല രീതിയിൽ പുകയൊക്കെ പോകുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. പാറകൾക്കിടയിലൂടെ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്ന സ്ഥലമൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണ്. നമ്മൾ കുറച്ചധികം നേരം തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വന്നതിന് ശേഷം നമ്മൾ കുറേ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട്, പക്ഷേ എല്ലാത്തിലും വെള്ളം കുറവായിരുന്നു. ഇവിടെയാണ് കുറച്ചധികം വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിൽ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.